തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തെന്ന പരാതി നിഷേധിച്ച നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തിലാണ് തങ്ങൾക്കെതിരായ കേസെന്ന് കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും പറഞ്ഞു. QR കോഡ് ഉപയോഗിച്ച് 69 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയവർക്ക് പോലീസ് സഹായം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. നീതി ലഭിക്കുമെന്നും ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനിയോടൊപ്പം കൃഷ്ണകുമാറും ചേരുന്നു. വീണ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു പരാതി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉണ്ടാകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പ്രതികരിച്ചതിനും അവർക്കെതിരെ പരാതി നൽകിയതിനുമാണ് കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗുരുതര ആരോപണവും പരാതിയുമായിട്ട് ഇപ്പോൾ 3 യുവതികൾ എത്തിയിട്ടുള്ളത്. ആ വിഷയത്തോടടക്കം പ്രതികരിക്കാൻ ജി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. ആദ്യം പരാതി നൽകിയത് നിങ്ങളാണ്, മകളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട്. ഇപ്പോൾ ഒരു കൗണ്ടർ പരാതി, ഇന്ന് നാളെ അവധിയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ ധാരാളം രാഷ്ട്രീയത്തിൽ കേൾക്കാറുണ്ട്. കാരണം ഈ അവധി ദിവസം വരുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെരുമാറുന്നവർ അകത്താക്കണമെന്ന് വാശി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജാമ്യം കിട്ടാത്ത ദിവസങ്ങളിലാണ് കേസിടുക. എന്നാൽ ഏറ്റവും രസം, ഈ നിമിഷം വരെ ഇങ്ങനെ കേസിട്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് അതിൽ വരുമ്പോൾ സുഹൃത്തുക്കൾ വിളിക്കുന്നു, കൃഷ്ണകുമാറെ സൂക്ഷിക്കണം, ജാമ്യം കിട്ടില്ല, എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം. ഞാൻ എന്തിനു മാറി നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം പണം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക്, പരാതി കൊടുത്തത് ഞങ്ങൾക്കെതിരെ കൗണ്ടർ കേസ് കൊടുത്തവർ ഇതുവരെ അവിടെ ഒരു തെളിവും കൊടുത്തിട്ടില്ലെന്നും അകത്തുനിന്ന് അറിയാൻ കഴിയുന്നു. ഞങ്ങളാണെങ്കിൽ എല്ലാ തെളിവുകളും സാർ, അതായത് കുട്ടികൾ 3 പേര് ഇവിടെ നിന്ന് തട്ടിയെടുത്തിരിക്കുന്ന പൈസയുടെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ ഫോണിനകത്ത് GPay വഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതായത് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ QR കോഡ് പലപ്പോഴും മാറ്റി വെച്ചിട്ട് ഇതാണ് QR കോഡ് എന്ന് പറയുന്നു. വരുന്ന കസ്റ്റമേഴ്സ് അല്ലേ, അവർ വാങ്ങിക്കുന്നു, പോകുന്നു. എന്നാൽ ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ദിയയുടെ പേരില്ല, ഓബയോസിയുടെ പേരില്ല, അത് QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് അക്കൗണ്ടൻ്റെ നമ്പറാണ് എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ തെളിവുകളുണ്ട്. അതായത് കുറ്റം ചെയ്ത മുഴുവൻ തെളിവുകളും, കുറ്റം സമ്മതിച്ച തെളിവുകൾ ഞങ്ങളുടെ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളിലും വന്ന് പോലീസ് ഇത് നടത്തി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഓഫീസിൽ, വീട്ടിൽ, ഫ്ലാറ്റിൽ ഞങ്ങളെടുത്ത വീഡിയോ ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളുടെ സാമ്പത്തിക ഇത്രയാണ് പോയിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ അവരെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പൈസ തട്ടിയെടുത്തിരിക്കുന്നതാണ് പരാതി അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ വെച്ചിട്ട് ഈ കൗണ്ടർ കേസ് പ്രകാരമാണ് നമ്മുടെതിരെ ഇപ്പോൾ ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണ കൗണ്ടർ കേസിന് ഇത്ര കാര്യമായിട്ട് പോലീസുകാർ എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടി എന്ന് പിടികിട്ടത്തില്ല. അപ്പോൾ നമുക്കുള്ളൊരു ഇതുവരെ അവരോടൊന്നും തോന്നിയില്ല, കുട്ടികളോടൊന്നും. പക്ഷെ ഇപ്പം നമുക്കൊരു സംഭവം എന്ന് വെച്ചാൽ പൂർണ്ണമായും തെറ്റ് ചെയ്തവർ, പൈസ അവരിലിരിക്കുന്നു, നഷ്ടം നമുക്ക്. എന്നിട്ട് ഈ പണം ഇവർ 8,82,000-83,000 രൂപ അവർ തരുന്നു. അന്നും ഞാൻ മൗളത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയൊക്കെ ചെക്കായിട്ട് വാങ്ങിക്കാം, ഇവരെ വിടാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയവരാണ് രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നു ഞാൻ കേസ് കൊടുക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പറയണാവണ്ട, എനിക്ക് മനസ്സിലായി, എൻ്റെ തെളിവുകൾ മുഴുവൻ നമ്മൾ കാണിച്ചു. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിലോട്ട് കേസ് കൊടുക്കുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്നത്. നമ്മളെ വിളിപ്പിക്കുന്നു, മൊഴിയെടുക്കുന്നു, ഞാൻ എല്ലാത്തിനും സഹകരിച്ചു. പക്ഷേ മ്യൂസിയം സ്റ്റേഷനിൽ നമുക്ക് സുഖകരമല്ലാത്തൊരു അനുഭവം ഉണ്ടായി അവിടുത്തെ CAയിൽ നിന്ന്. അന്ന് തന്നെ എനിക്ക് തോന്നി ഈ കേസ് കുഴപ്പമാവുന്നു. കാരണം പുള്ളിയുടെ സംസാര രീതി, ഈ പ്രതികളായ കുട്ടികളുടെ കൂടെ ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് സംസാരിപ്പിക്കുക, എല്ലാം നമ്മുടെ മുമ്പിൽ, ഇതെല്ലാം നമ്മൾ കാണുക. നമ്മൾ വളരെ ഇതായിട്ടിരിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും അവരിലും പിന്നെ പോലീസ് സേനയിലൊക്കെ നമ്മളെപ്പോഴും വിശ്വസിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 1-2 പേര് കാണും കുഴപ്പക്കാർ. അതിപ്പോൾ ഞാൻ സിനിമയിൽ രാഷ്ട്രീയത്തിലുണ്ട്, ഇതിനകത്ത് ധാരാളം കുഴപ്പക്കാരുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം ആൾക്കാരെ കുഴപ്പം നിറയാൻ പറ്റുമോ? ഞാൻ ഒരു പത്രപ്രവർത്തകരായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത് ദൂരദർശനിൽ. പൊതുവെ പത്രപ്രവർത്തകരെ പറ്റിയും പലരും പറയും, പക്ഷേ 90% പേര് നല്ലവർ, ഈ 10% കുഴപ്പമുണ്ടാക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ അവിശ്വസനീയമായ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തെളിവുകൾ ഞങ്ങൾക്ക് കൊടുക്കാനില്ല. പക്ഷെ ആ തെളിവുകൾ ഒന്നും, ഇന്നലെ ഒരാൾ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഈ തെളിവുകളൊന്നും കോടതിയിൽ നടക്കത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, കോടതിയല്ലല്ലോ, സ്റ്റേഷനിലോട്ടല്ലേ വന്നല്ലോ, കോടതിയിലോട്ടായിട്ടില്ലല്ലോ. അല്ല, ഇത് ഒരിടത്തും എടുക്കില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കുഴപ്പമായി. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വാർത്ത വന്നപ്പോൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. വളരെ ആശ്വാസകരമായ, വളരെ ശക്തമായ ഉറപ്പാടൊന്നും കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഒരിടത്തും പോകുന്നില്ല. അവർക്കിവിടെ വരാം. ആർക്കാണ് നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ വരാം. 6 പേര് ഇവിടെ ഉണ്ട്, കൊണ്ടുപോട്ടെ.
69 ലക്ഷം രൂപയാണ് നഷ്ടമായതെന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. ഇപ്പോൾ നേരിട്ട് വാങ്ങിയ കണക്ക് വേറെയുണ്ട്. അപ്പം എന്താണ് ഇങ്ങനെ 3 പേരെ ഇവിടെ ജോലിക്ക് എടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം, അല്ലെങ്കിൽ അവർ എന്തായിരുന്നു, അല്ലെങ്കിൽ മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതൊന്നും ഒരു പാഠമായില്ലേ നമുക്ക്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാത്രമല്ല പലർക്കും ഒരു പാഠമാണ്. മോൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ചെറിയൊരു ബിസിനസ്, ആദ്യം അവൾ എന്തോ ഓൺലൈനിൽ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങി, അത് പൊളിഞ്ഞുപോയി. അത് കഴിഞ്ഞപ്പോൾ അവൾ ചെറുതായിട്ട് തുടങ്ങുന്നു. അപ്പോൾ എന്താ, ഇപ്പോൾ ശാലിനി ഒരു സ്ഥാപനം തുടങ്ങുക, നമ്മുടെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ആരെങ്കിലും പരിചയത്തിൽ നമുക്കിവിടെ ജോലിക്ക് ആളുണ്ടോ, എടുക്കുന്നു. അവർ വന്നു, ആ കുട്ടി എന്നിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നം, വേറെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആരോഗ്യ പ്രശ്നമായിട്ട് ഈ കുട്ടി പോകുന്നു. ഇവർ ഈ പാക്കിംഗ് സൈഡിലാണ്, ഇവരായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിലും ഇന്ന് ഒരു 10-15 രൂപയ്ക്കൊന്നും അധികം നാൾ നിൽക്കത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ പോയപ്പോൾ ഈ കുട്ടികൾ ഫ്രണ്ടിൽ വരുന്നു. ഈ കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ 2 പരിചയക്കാരോ ബന്ധുക്കളോ ഉണ്ട്, അവരെയും കൊണ്ടിരുന്നു. അപ്പോൾ മോളും വിചാരിക്കുന്ന അവളുടെ ബന്ധുക്കളല്ലേ, നിൽക്കട്ടെ. കാരണം മോൾ ഇവളുമായിട്ട് ഭയങ്കര കൂട്ടായിപ്പോയി. ഇത് അടുത്ത തെറ്റ്. മോളുടെ എല്ലാ ചടങ്ങുകളും നോക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് നോക്കാം, ഇവരുടെ സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ വരാം. മോളൊരിക്കലും ഈ ഓഡിറ്റർ വിളിച്ച് പറയുന്നുണ്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ പൈസ കുറയുന്നുണ്ട്. അപ്പോൾ മോളിത് ചെക്ക് ചെയ്യുന്നു, ഇവരിലോട്ട് മനസ്സ് പോയില്ല. എന്നാൽ 1-2 ചെറിയ സാമ്പത്തിക തട്ടിപ്പിൽ പിടിച്ചത്, അതൊക്കെ ഒരു 500 രൂപ 1000 രൂപ. അപ്പോൾ മോൾ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, എടാ ഒരിക്കലും ഒരു ചെറിയ തുകയാണെങ്കിൽ വിട്ടേക്കണം. പക്ഷേ ഇത് 2-3 തവണയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. കാരണം 1-2 തവണ ആവർത്തിച്ചാൽ അവർ കുഴപ്പക്കാരാണ്. അന്ന് മോളെന്ന് വെച്ചാൽ പാവമാണ്, ചിലൊരു കുട്ടി ഇപ്പോൾ പ്രസവിക്കാറായാണ്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇമോഷണലി ഇവർ അറ്റാച്ച്ഡ് ആയിപ്പോയി. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും തെറ്റ് ചെയ്തു ഇന്ന് നമുക്കും ബോധ്യമുണ്ട്, പോലീസിന് ഞങ്ങളെക്കാൾ ബോധ്യമുണ്ട്. ആ പോലീസിനകത്തൊരു പ്രത്യേക ഉദ്യോഗസ്ഥൻ അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം കുറ്റം ചെയ്ത് അവരെ അനുകൂലിച്ചുകൊണ്ട് പണം പോയ നമ്മളൊക്കെതിരെയാണ് ഇപ്പോൾ നടപടി. കാത്തിരിക്കാം, കാരണം വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ സംഭവം നടന്ന് സ്റ്റേഷനിലെത്തുമ്പോൾ സിഐയുടെ ഭാഗത്ത് നിന്ന്, വിമലിന്റെ ഭാഗത്തു നിന്നാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് പറയപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഈ പ്രായത്തിനിടയിൽ. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 3 യുവതികൾ, ആ യുവതികളുടെ ഭർത്താക്കന്മാരല്ലാതെ മറ്റാരെങ്കിലും ഇതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുമോ, ഫോൺ വിളിക്കുകയോ ഇവിടെ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടലാണ്? എന്നെ ആരും വിളിച്ചിട്ടില്ല, മക്കളെ പലരും വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നീടുണ്ടായ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഈ സ്റ്റേഷനിൽ ഞങ്ങൾ മൊഴി കൊടുക്കാൻ പോയ ദിവസം, ഞങ്ങളെ വിളിപ്പിച്ച ദിവസം ഇവരെ കൊണ്ടിരുന്നത് വേറൊരാളാണ്. ഇവിടെ ശ്രീവരാത്തുള്ളൊരു മനോജ് എന്നൊരു പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലാവും, കുറച്ച് നേരം പറയുന്നത്, അപ്പോൾ ഈ പിള്ളേർത്ത് ഈ പുള്ളിയാണ് പറയുന്നത്, നിങ്ങളത് പറ ഇത് പറ. അപ്പോൾ ഇതെല്ലാം CI മിണ്ടാതിരിക്കുന്നു. ഞാൻ കാണിക്കുന്ന തെളിവ് ഫോണിനകത്ത് കാണിക്കുന്നു, ഒരു താല്പര്യം പോലും കാണിക്കുന്നു. ഞാൻ നോക്കുന്നു, ഫോൺ ഇങ്ങനെ ടേബിളിലോട്ട് ഇടുന്നു. ഈ 2 പേരും കേട്ട് കഴിഞ്ഞിട്ട് 2 പേരും ഇത് കേട്ടു, 2 പേർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്, FIR ഇടുന്നു പറഞ്ഞിട്ട് പുള്ളി എണീറ്റ് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു പക്ഷേ ആ രാഷ്ട്രീയ ഒരു വലിയ നേതാവായിട്ട് എനിക്ക് തോന്നിയില്ല, ഏതോ ഒരു സാധാരണ ആൾ, എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. ഞാൻ പിന്നീട് മനസ്സിലാക്കിയെടുത്തതാണ് പോലീസിനകത്തും തന്നെ ഇതാരാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഇന്നടത്തുള്ളൊരു നേതാവാണ്, പുള്ളിക്കെതിരെ പല ആരോപണങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മുടെ വിഷയത്തിൽ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ പോലീസ് സേന എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ന്യായം, സുരക്ഷ, സംരക്ഷണം ഇതെല്ലാം തരേണ്ടതാണ്. ഇതിൽ 100% നമ്മുടെ ഭാഗത്തുനിന്ന് പറയാൻ കാര്യം വെച്ചാൽ, ഇന്ന് കേരളത്തിൽ അറിയാവുന്നവർക്കറിയാം, ഞാനും ഭാര്യയും മക്കളും സോഷ്യൽ മീഡിയയിലെല്ലാം കൂടിയായിട്ട് ജനങ്ങളിൽ തിരിച്ചറിവുള്ളവരാണ്. എവിടെയെങ്കിലും ഒരു പരാതി, സ്വാഭാവികമായിട്ട് എൻ്റെ താഴെ ചിലപ്പോൾ മോശം കമൻസ് വരും, അത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് രാഷ്ട്രീയപരമായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ BJP നിൽക്കുന്നത് അതൊക്കെ വരും. അല്ലാതെ ഈ മക്കളെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ദ്രോഹിച്ചതായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിലെ ഒരു സംഭവം നടത്തിയത്, തട്ടിപ്പോ വെട്ടി, ഒരു കേസില്ലാത്തൊരു കുടുംബമാണ് ഞങ്ങൾ. നമുക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനൊരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ നമുക്കെതിരെ പോകുന്നുണ്ട്, നന്മയല്ല ഇത് വളരെ തിന്മയിലോട്ട് പോകും. കാരണം വെച്ചാൽ ഇങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രിമിനലുകൾക്ക് ഇത് വലിയൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നുണ്ടും അതിശക്തമായ നടപടി ഇത് ആരൊക്കെ ഇതിനകത്തുണ്ട് അതിനകത്ത് എടുക്കുന്നും നമുക്കിതിനൊരു ആശ്വാസം കിട്ടുന്നും പൂർണ്ണ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്കുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തതിനൊന്നും ഭയമില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിധി എന്നൊരു സാധനമുണ്ട്, അതിലെപ്പോഴും വിശ്വസിച്ച് പോകും. നമുക്ക് അകത്ത് കിടക്കാൻ യോഗമുണ്ടെങ്കിലുണ്ടല്ലോ, അകത്ത് കിടക്കേണ്ടി വരും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ ഞാൻ എങ്ങോട്ടും മാറി 2 ഭാര്യ മക്കൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് കൊണ്ടുപോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു കാര്യം, ഒന്നും സംഭവിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ നടപടി അവിടെ നിന്ന് ഉണ്ടാകുകൊണ്ടേ എന്നുള്ള വിശ്വാസം. നന്ദി. എന്തായാലും
സാർ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ പ്രതീക്ഷയിലാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിട്ടുണ്ട്. ആ നടപടിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. 6 ആളുകൾക്ക്, അതായത് കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മറ്റ് മക്കൾ അടക്കം 6 പേർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തിട്ടുള്ളത്. അതും ജാമ്യമില്ലാ വകുപ്പാണ്. ഇന്നും നാളെയും അവധിയാണ്. ആ അവധി സമയം തന്നെ ഇത്തരത്തിൽ വിനിയോഗിച്ചത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് കുടുംബം അനുമാനിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയ ഉന്നത പോലീസ് ബന്ധങ്ങൾ അടക്കമുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും പരാതിക്കാർ ഒരു ഭാഗത്ത് പോലീസിന്റെ സംരക്ഷണ വലയിൽ നിൽക്കുമ്പോൾ പരാതിയുമായി നിയമ നടപടിയുമായി ആദ്യം മുന്നോട്ട് വന്ന പണം നഷ്ടമായ ജി കൃഷ്ണകുമാറും കുടുംബവുമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നേരിടാനായി തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നത്. വീണ. ഓക്കെ, ശരി ശാലിനി. ഏതായാലും ഈ കൗണ്ടർ കേസ് ഇപ്പോൾ ഗൂഢാലോചനയുടെ ഫലം എന്ന് തന്നെയാണ് കൃഷ്ണകുമാറും വ്യക്തമാക്കുന്നത്.